വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസ് ഒഴിയണമെന്ന കൗൺസിലർ ആർ ശ്രീലേഖയുടെ ആവശ്യം അതിനെ ചൊല്ലി ഇപ്പോൾ വലിയ രാഷ്ട്രീയ പോര് നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എംഎൽഎയുടെ ഓഫീസ് ഒഴിയണമെന്നാണ് ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നത്. വാടക കരാർ കാലാവധി കഴിയും വരെ പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് വി കെ പ്രശാന്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇതിന് പിന്നാലെ വാടക അടച്ച റെസിപ്റ്റും എംഎൽഎ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ വിവാദങ്ങൾക്ക് കാരണമായ ശാസ്തമംഗലത്തെ വാർഡ് കൗൺസിലറുടെ മുറി ഉള്ളത് ഈ ഒരു കെട്ടിടത്തിന്റെ അകത്താണ്. അതായത് 2018 വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തിന്റെ മേയറായിരുന്ന സമയത്താണ് ഈ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അതിന്റെ ഉദ്ഘാടനം കഴിയുകയും ചെയ്തത്. ആ സമയത്ത് ശാസ്തമംഗലം വാർഡിന്റെ കൗൺസിലർ അഡ്വക്കേറ്റ് രാഖിയായിരുന്നു. ഈ സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന വിവാദത്തിലായ 2 മുറികളും. വി കെ പ്രശാന്ത് എം എൽ എ ആയ സമയത്താണ്, വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയ സമയത്താണ് അദ്ദേഹത്തിന് വേണ്ടി ഇതിന്റെ അകത്തുള്ള വലിയ മുറി അവർ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തത്. തുടർന്ന് അകത്തെയുള്ള ചെറിയ മുറിക്കകത്താണ് കോർപ്പറേഷൻ കൗൺസിലറിന്റെ ഓഫീസായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. പിന്നീട് 2020 മധുസൂദനൻ നായർ എത്തിയപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഇതേ മുറി തന്നെയാണ്. കൗൺസിലറായിരുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ വാർഡ് ഓഫീസിൽ ഇരിക്കാറില്ല, അവിടെ കുറവാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് ആൾക്കാരുടെ അടുത്ത് പോയി ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന അവസരത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെ വരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ചെയ്യും. ഓഫീസിലുള്ള പ്രവർത്തനം എനിക്ക് കുറവായിരുന്നു. ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയാണ് വി കെ പ്രശാന്ത് എം എൽ എ തന്നെ ഈ ഓഫീസിലേക്ക് നേരിട്ട് എത്തിയത്. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിട്ടുള്ള ശ്രീലേഖ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് പറഞ്ഞത്, താൻ മേയറായിരുന്നുവെങ്കിൽ തനിക്ക് മേയറുടെ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു, അവിടെ വലിയ സൗകര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സൗകര്യക്കുറവുണ്ട്, അതുകൊണ്ട് എം എൽ എ ഇവിടെ നിന്ന് മാറി തരണമെന്നാണ് തന്നോട് പറഞ്ഞതെന്നാണ് ക്ഷുഭിതനായിക്കൊണ്ട് ആ സമയത്ത് വി കെ പ്രശാന്ത് എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എം എൽ എക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ എം എൽ എ ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? വി കെ പ്രശാന്ത് പ്രതികരിച്ച് ഓഫീസിന്റെ അകത്തേക്ക് കയറിയതിന് തൊട്ടു പിന്നാലെയാണ് ആർ ശ്രീലേഖ തന്നെ ഈ ഓഫീസിലേക്ക് എത്തിയത്. ആ സമയത്ത് അവർ പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു സഹോദരനോട് ചേച്ചി സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് താൻ സംസാരിച്ചത്. അതായത് വളരെ ഒരു സൗഹാർദ്ദപരമായ സംഭാഷണമായിരുന്നു. അതിനിടയിലാണ് തനിക്ക് ഈ ഓഫീസ് മുറി വേണമെന്നുള്ള ഒരു ആവശ്യം, ഇവിടെ സൗകര്യക്കുറവുള്ളതുകൊണ്ട് എം എൽ എ ഇവിടെ നിന്ന് മാറണമെന്നുള്ള ഒരു ആവശ്യം എം എൽ എയോട് പറഞ്ഞതെന്നാണ് ആർ ശ്രീലേഖ ആ സമയത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഞാൻ എം എൽ എയുടെ വളരെ അടുത്ത സുഹൃത്താണ്, എന്റെ അനിയനെ പോലെ കാണുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ എം എൽ എയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ദയവേതൊന്ന് പരിഗണിക്കാമോ? ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ്, ഇറ്റ് ഇസ് മൈ റിക്വസ്റ്റ് എന്ന് 3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹമാണ് കട്ട് ചെയ്തത്, ഞാനല്ല. പിന്നീട് അവർ നേരെ പോയത് എം എൽ എയുടെ ഓഫീസിന്റെ അകത്തേക്കാണ്. അവിടെ കയറി വി കെ പ്രശാന്ത് എം എൽ എയുമായി അവർ സംസാരിക്കുകയും സൗഹൃദം പങ്കിടുകയും ചെയ്തു. വി കെ പ്രശാന്ത് എം എൽ എയോട് സംസാരിച്ചതിന് പിന്നാലെ ആർ ശ്രീലേഖ ഈ ഓഫീസിന് പുറത്തേക്ക് പോയിരുന്നു. ആ സമയം വീണ്ടും പ്രശാന്ത് എം എൽ എ മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ വിഷയം ഇതായപ്പോഴാണ് അത് പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഒഴിഞ്ഞേക്കാം എന്നാണ് പറയേണ്ടത്. യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോകണം. മാർച്ച് 31 വരെ തനിക്ക് ഈ ഓഫീസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുണ്ട്. എല്ലാ മാസം കൃത്യമായി വാടകയും അടയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് വി കെ പ്രശാന്ത് എം എൽ എ ഇപ്പോഴും പറയുന്നത്. അനുപമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.